നിങ്ങളെ നോക്കിക്കോട്ടെ. തോട്ടം നോട്ടം എന്റെ ഉള്ളില് പണ്ട് പോലൊരു ഉരുണ്ടുകേറ്റം കണ്ട കള്ള പെരുമാറ്റം. നമസ്കാരം, ഞാൻ നരേറ്റർ. ഇത് വർഷം 2019. തൃശൂർ മെഡിക്കൽ കോളേജിൽ പുതിയ MBBS ബാച്ച് അഡ്മിഷൻ കഴിഞ്ഞു. അവിടേക്ക് നമുക്കൊന്ന് എത്തി നോക്കാം. മേരാ നാം ഷാജി. മെഡിക്കൽ എൻട്രൻസ് എന്ന വലിയ കടമ്പ കടന്ന് ഇവിടെ അഡ്മിഷൻ നേടിയ എല്ലാ ഭാവി ഡോക്ടർമാർക്കും, അതായത് 39th ഫ്ലെമീസ് ബാച്ചിന് എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ അഭിവാദ്യങ്ങൾ. ഐ വെൽക്കം യു ടു TMC. നിങ്ങളുടെ സിലബസ് മാറിയതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്കൊരു 1 month ഫൗണ്ടേഷൻ കോഴ്സ് ഉണ്ട്. അത് നിങ്ങൾ എന്തായാലും അനുഭവിക്കണം, അറ്റൻഡ് ചെയ്യണം. അതിൻ്റെ ഭാഗമായി ഇവിടെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും പോകണം. ഇവിടെ മെഡിസിൻ ഉണ്ട്, സർജറി ഉണ്ട്, പീഡിയാട്രിക്സ് ഉണ്ട്, ഗൈനക് ഉണ്ട്. ഇന്ന് നമ്മൾ പീഡിയാട്രിക്സ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് പോണത്. കം, ലെറ്റ്സ് ഗോ. ഡിയർ ചിൽഡ്രൻ, ഇതാണ് പീഡിയാട്രിക്സ് ഡിപ്പാർട്ട്മെന്റ്. ദാ കാണുന്നതാണ് വാർഡ്. ഇത് ICU. അതിന്റെ തൊട്ടടുത്ത് കാഷ്വാലിറ്റി. സാറേ, ആ കാണുന്ന ഫോട്ടോ ആരുടെയാ? അത് ഇവിടുത്തെ പഴയൊരു HOD ആണ്. പേര് KKP. കേട്ടറിവിനേക്കാൾ വലുതാണ് KKP എന്ന സത്യം. നരഭോജികളായ വ്യാജന്മാരുടെ അന്തകനാവാൻ അവതാരമെടുത്തവൻ. നിങ്ങൾക്കിത് KKP, ഞങ്ങൾക്കയാൾ ഭീമാനായിരുന്നു. ഒന്നങ്ങനെ മാറിപ്പോയി കുറക്കി കളവാ. നാട്ടുകാരുടെ കണ്ണിലുണ്ണിയും മര്യാദയാൽ സമ്പന്നനും ഉത്തമ പുരുഷോത്തമനുമായ അദ്ദേഹത്തിന് എന്തു പറ്റി സാർ? അതൊരു വലിയ കഥയാ. ഒരു 10-20 വർഷം മുമ്പത്തെ കഥയാണ്. രോഗികളുടെയും ഡോക്ടറിന്റെയും അവസ്ഥ വളരെ മോശമായിരുന്നു. TMCയിലെ പോപ്പുലേഷൻ അനധികൃതമായി ഉയർന്നു. ബാച്ച് സ്ട്രെങ്ത് കൂടുന്നു, പേപ്പർ വാല്യുവേഷൻ ടഫാകുന്നു, ബാച്ച് സ്ട്രെങ്ത് പിന്നെയും കൂടുന്നു. പെൻഷൻ പ്രായം 100 വരെ ഉയർത്തുന്നു. അങ്ങനെ അവസാനം ഡോക്ടർ പേഷ്യന്റ് ബാലൻസ് തെറ്റുന്നു. അവരുടെ ഇടയിൽ അസഹിഷ്ണുത ഉടലെടുക്കുന്നു. A group of 15 have attacked a medical superintendent, the facility manager and 2 lab technicians of the hospital in Thiruvananthapuram. Hospital authority. एक निजी अस्पताल में एक डॉक्टर की पिटाई का CCTV फुटेज आप देख सकते हैं. वो सामने आया है. एक महिला मरीज की ऑपरेशन. അങ്ങനെയിരിക്കെ ടൈറ്റാൻ കുന്നത്തുകാവ് മെഡിക്കൽ കോളേജിലെ പ്രൊഫസർ ഡോക്ടർ ആന്ത്രോസിന് ഒരു മകൾ പിറന്നു. അവർ അവളെ ക്ലാര എന്ന് വിളിച്ചു. വലിയ പ്രതീക്ഷകളോടെ അവളെ പഠിപ്പിച്ച് ഡോക്ടറാക്കി. ഒരു ദിവസം 500 പേഷ്യൻസ് ഉള്ള OPയിൽ 499ാമത്തെ പേഷ്യന്റ് ആയപ്പോൾ ക്ലാരയുടെ ടോർച്ചിന്റെ ബാറ്ററി തീർന്നു. വായിൽ ടോർച്ചടിച്ച് നോക്കിയില്ല എന്ന് പറഞ്ഞ് രോഗിയുടെ ബന്ധുക്കൾ അവരെ അവിടെ കിടന്ന കസാര എടുത്ത് തലക്കടിച്ച് കൊന്നു. ഡോക്ടർ ക്ലാര ഓർമ്മയില്ല.
അതിന്റെ താങ്ങാനാവാത്ത സങ്കടത്തിൽ ഡിപ്രഷനിലേക്ക് പോയ ആന്ത്രോസ് പിന്നീട് അതിൽ നിന്നും കരകയറാൻ ഒരുപാട് പാടുപെട്ടു. ഇങ്ങനെ ഡെസ്പ് അടിച്ചിരുന്നിട്ട് ഒരു കാര്യവുമില്ല. പോയി 2 എണ്ണം അടിക്കാം, പോയി 2 അക്ഷരം വായിക്കാം. അപ്പോഴാണ് ആ ചാപ്റ്റർ ആന്ത്രോസ് ശ്രദ്ധിക്കുന്നത്. ഹൗ ടു സ്നാപ്പ് ആൻഡ് അച്ചീവ് പോപ്പുലേഷൻ കൺട്രോൾ. എന്റെ മോളെ കൊന്നവരോട് പ്രതികാരം ചെയ്യാൻ ഇത് തന്നെ വഴി. ഇതൊന്ന് വായിച്ചു നോക്കാം. ലോകസഞ്ചാരം കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് മടങ്ങി. ട്രെയിനിറങ്ങി ഒരു ഓട്ടോ പിടിച്ച് ഞാൻ വീട്ടിലെത്തി. ഞാൻ വീടിന്റെ പ്രധാന കവാടത്തിലേക്ക് നടന്നു. അവിടെ പരമ്പരാഗത രീതിയിൽ ആദ്യമായി ഫസ്റ്റ് എഡിഷൻ ഹാരിസണിന്റെ, അതായത് ഈ ബുക്കിന്റെ ലാസ്റ്റ് പേജിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സർജിക്കൽ ഗ്ലൗ എടുത്ത് വലത്തെ കൈയിൽ ഇടുക. എന്നിട്ട് ഈ പറയുന്ന 3 മെഡിക്കൽ സ്റ്റോൺസ് നിങ്ങളുടെ ഹോസ്പിറ്റൽ വാർഡിൽ നിന്നും സംഘടിപ്പിക്കുക. 1 ഗോൾഡ് സ്റ്റോൺ ഫ്രം സർജറി വാർഡ്, 2 കിഡ്നി സ്റ്റോൺ ഫ്രം യൂറോളജി വാർഡ്, 3 സലേവറി സ്റ്റോൺ ഫ്രം ENT വാർഡ്. ഇവ 3ഉം മുന്നേ പറഞ്ഞ ഗ്ലൗവിന്റെ പിറകു വശത്ത് ഘടിപ്പിക്കുക. എന്നിട്ടൊന്നും വിരൽ ഞൊടിച്ചു നോക്കൂ. നിങ്ങളുടെ മുന്നിലിരിക്കുന്നതാണ് സ്വാദിഷ്ടമായ ചിക്കൻ മസാല. അതായത് ഹാഫ് ഓഫ് ദ ഹോസ്പിറ്റൽ പോപ്പുലേഷൻ നിങ്ങൾക്ക് വൈപ്പ് ഔട്ട് ചെയ്യാൻ സാധിക്കും. ഇനി എന്നെ തടയാൻ ആർക്കുമാകില്ല. അശ്യന്റെ ക്ലാര, അശ്യന്റെ ചോര. എന്റെ ക്ലാരയെ കൊന്നവരോട് ഞാൻ പകരം വീട്ടും. വാർഡിലെത്തിയ ആന്ത്രോസ് ആ കാഴ്ച കണ്ട് ഞെട്ടി. തനിക്ക് വേണ്ട സ്റ്റോൺസ് ഒക്കെ അതാ വാർഡിന്റെ തറയിൽ അകപ്പെട്ട നിലയിൽ കിടക്കുന്നു. ചതിച്ചല്ലോ എന്റെ ടൈറ്റാൻഗോവിൽ മുത്തപ്പ. ഈ സ്റ്റോൺസ് ഇനി ഞാൻ എങ്ങനെ എടുക്കും? അപ്പോഴാണ് വാർഡിലെ ക്ലീനർ ആ വഴി പോയത്. ജാനു എന്നല്ലേ പേര്? എങ്ങനെ മനസ്സിലായി സാറ്? സ്വാഭാവികം. എന്താണ് ആന്ത്രോസ് സാറ് നീ ഹാമർ കളഞ്ഞു പോയ ഫൈനൽ ഇയേഴ്സിനെ പോലെ നിൽക്കണം? സ്വന്തം നീഹാമ കളയുന്നവനല്ല ഈ ആന്ത്രോസ്. ഈ തറയിൽ കിടക്കുന്ന സ്റ്റോൺസ് എങ്ങനെ എടുക്കും എന്ന് ആലോചിക്കുകയായിരുന്നു. സാറെന്താ ഒരു മരുത്തണ്ടി പിള്ളേരെ പോലെ? അതൊക്കെ ഞാൻ എടുത്ത് തരില്ലേ? ഇങ്ങനെ പോയാൽ ഇത് ഇന്നൊന്നും തീരൂല. ഞാൻ പറഞ്ഞു തരാം. On the floor baby, hit it hard baby, rock the party baby, patulengi podi. On the floor baby, hit it hard baby, rock the party baby, patulengi podi. ആഹാ, എടി പൊടി എന്നൊക്കെ വിളിക്കുന്ന മേലിൽ ഒരാണിന്റെയും മുഖത്തിന് നേരെ ഉയരില്ല നിന്റെ ഈ കയ്യ്. അതെനിക്കറിയാനിട്ടല്ല, പക്ഷേ നീ ഒരു പെണ്ണായി, വെറും പെണ്ണ്. അപ്പൊന്നും പറയണ്ട. സ്നാപ്പ് ചെയ്തപ്പോൾ DMC സംഭവിച്ചത്. കഴിക്കാൻ
കട്ട്ലറ്റ് ഉണ്ട്, വടയുണ്ട്. ബീട്രൂട്ട് ഇല്ലാത്ത എന്താ ഉള്ളത്? ചായ കാപ്പിയിലായി. എന്നാ 2 ഗ്ലാസ് ചായ എടുത്തു. അത് ചേട്ടാ സ്ട്രോങ് വേണോ? Okay, before I start the class, let me take the attendance. Okay, 1, 2, 3, 4, 5, 6, 7, 8. ആരാ 7 വിളിച്ചതിപ്പോ? സാറേ, അവനിവിടെ ഉണ്ടായിരുന്നു സാറേ. ഇപ്പൊ അവന്റെ പ്ലേസിന് കുറച്ച് പൊടി മാത്രമേ ഉള്ളൂ. പ്രോക്സി വിളിച്ച് പറ്റിക്കാൻ നോക്കുന്നോടാ. മാർക്ക് ചെയ്തു 7 ആബ്സെന്റ്. ആൻഡ്രോസിന്റെ ആ സ്നാപ്പിന് ശേഷം KKP-നെ പിന്നെ ആരും കണ്ടിട്ടില്ല. കൈകോട്ടും കണ്ടിട്ടില്ല, കയ്യിൽ തഴമ്പുമില്ല, കൈപ്പത്തി കൊണ്ടൊരു പിത്താവും തൊട്ടിട്ടില്ല, കച്ചറ കാട്ടി നടക്കും, ചക്കറ കാട്ടി വേട്ടക്കായി വടക്കും തെക്കും നടന്നു നടുകൊടി. നിങ്ങളൊക്കെ ആരാ? ഞാൻ ഉണ്ണി പിള്ളൈ സർ. ഒരു ദേവരനാണ് സാറേ. ഇവന്റെ ശരിക്കുള്ള പേര് ഉണ്ണിക്കുട്ടൻ. നിങ്ങൾ ഫൈനൽ ഇയർ ആയിട്ട് എന്താ ഇവിടെ ഈ വഴി കറങ്ങി നടക്കുന്നത്? നിങ്ങൾക്ക് പഠിക്കാനൊന്നുമില്ലേ? അല്ല സാറേ, സ്റ്റാഫ് സ്റ്റൂ കൂടെ നടത്തണ്ടായിരുന്നു. അതും കൂടി തീർത്തിട്ട് പഠിച്ചോളാം സാറേ, ഇല്ലെങ്കിൽ സാറ് തല പൊട്ടി തെറിച്ചു പോക്കോട്ടെ. പഠിച്ച് സ്റ്റാഫ് ആവാറായി. പക്ഷെ KKP ഇല്ലാതെ എങ്ങനെ സ്റ്റാഫ് നടത്താനോ നിങ്ങൾ? അതിന് സാർ തന്നെ ഒരു വഴി കണ്ടുപിടിച്ച് തരണം. സോറി ബൈസ്, നിങ്ങളെ സഹായിക്കാൻ ഒരേ ഒരാൾക്ക് കഴിയും. ആരാത്? എല്ലൂര് മനയിലെ ഒരു കൃഷ്ണകുമാരൻ നമ്പൂതിരിപ്പാട്. ആളെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നുന്നു. 10 തലയാ താനി രാവണൻ. വിശ്വപ്രസിദ്ധമായ 5 ഫ്യൂച്ചറിംഗ് ടെക്നിക്സിൽ 3 ഇവന്റെ ഈ രാവണന്റെ. നമ്പൂതിരിപ്പാടുണ്ടോ? ഇല്ല, ഉണ്ടില്ല, ഉണ്ണാൻ പോണേ ഉള്ളൂ. ഉണ്ണണ അവിടുന്ന് ഞങ്ങളുടെ KKP എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവന്ന് തരണം. യെസ്, പ്ലീസ് കം ഇൻ. യു ഗോ ടു ദ റൈറ്റ്, യു ഗോ ടു ദ ലെഫ്റ്റ്. സാധാരണഗതി ഒരു നമ്പൂതിരി അടുത്ത് പോയി കഴിഞ്ഞാൽ അയാൾ പകിടയൊക്കെ വരുത്തി നോക്കും. ബട്ട് ഞാൻ ഒരു ഡിഫറെന്റ് രീതിയിൽ പകിട വരുത്തി ഒന്ന് നോക്കാം. യെസ്, എന്റെ ദൃഷ്ടിയിൽ തെളിഞ്ഞു വരുന്നൊരു ഭ്രാന്തന്റെ മുഖമാണ്. യെസ്, ഇറ്റ്സ് കമ്മിങ്, ഇറ്റ്സ് കമ്മിങ്. യെസ്, ഐ ഗോട്ട് ഇറ്റ്. രാവണൻ വൈദ്യർ എല്ലാ ആഴ്ചയും ഒരു മനുഷ്യജീവനെങ്കിലും എടുത്ത് യമലോകത്തേക്ക് അയക്കാമെന്ന് ഒരു അഗ്രിമെന്റ് ഒപ്പിട്ടുണ്ട് ഇയാൾ മിസ്റ്റർ കാരനുമായിട്ട്. ഈ കോൺട്രാക്ട് പെട്ടെന്ന് പൂർത്തീകരിക്കാൻ ഇയാൾ ആൻഡ്രോസ് യൂസ് ചെയ്ത സർജിക്കൽ ഗ്ലൗ അന്വേഷിച്ച് നടക്കുകയാണ് ഇപ്പോൾ. അയാളുടെ അടുത്തേക്ക് നിങ്ങൾക്ക് പോകണമെങ്കിൽ നിങ്ങൾക്കൊരു അസുഖം വേണം. യു ഹാവ് ടു ഹാവ് എ ഡയഗ്നോസിസ്. വല്ലതും ഉണ്ടോടെ? ഡയഗ്നോസിസ് എന്ന് പറയുമ്പോൾ ഭയങ്കര മൂക്കടപ്പ്, വളങ്കടി, വയറിളക്കം. യെസ്, പ്രൊപ്പിയോണിക് അസിഡീമിയ കോംപ്ലിക്കേറ്റഡ് ബൈ എപ്പിലെപ്സി. അല്ല, ഈ വൈദ്യരിപ്പോ എവിടെ കാണാൻ പറ്റുക? ലിവർ, ബാക്ടീരിയ, വൈറസ്, മരുന്ന് മാഫിയ തുടങ്ങിയ വാക്കുകൾ ഉച്ചത്തിൽ എവിടെ പറഞ്ഞാലും ഇയാൾ പ്രത്യക്ഷപ്പെടും. ഞങ്ങളുടെ മിഷൻ മംഗളമാവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണം. മംഗളം ഭവന്തു. ഓൾ ദി ബെസ്റ്റ്. അതെ, നമുക്ക് ഇവിടെ വന്നിട്ട് സ്വാമി പറഞ്ഞ പോലെ കുറക്ക് വിളിച്ചാല് ലിവർ, ബാക്ടീരിയ, വൈറസ്, മരുന്ന് മാഫിയ.
ഞാൻ ഡോക്ടർ അല്ലടാ, വൈദ്യനല്ലടാ, ഒന്നുമല്ലടാ. ഈ ക്യാൻസർ ഇല്ലടാ, വൈറസ് ഇല്ലടാ, ഒന്നുമില്ലടാ. എന്നാലും നാട്ടാരെ, ഈ നാട്ടിൽ ഞാൻ വൈദ്യൻ പട്ടാരെ. ഇക്കാരെ കാരെ ഈ ക്യാൻസറിൻ മരുന്ന് പിടി. അപ്പൊ നിങ്ങളാണല്ലേ ഹിമാലയ സാനുക്കളിലെ പച്ചില മരുന്നുകൾ മുള്ളിക്കൊണ്ടിരുന്ന എന്നെ മുള്ളല്ലേ നുള്ളിക്കൊണ്ടിരുന്ന എന്നെ ഇവിടേക്ക് വിളിച്ചു വരുത്തിയത്? ഇവിടെ വരുന്നവർ ആദ്യം ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ആ പതിവ് നിങ്ങളും തെറ്റിക്കണ്ട. ഞാൻ അങ്ങോട്ടൊന്ന് മാറി നിൽക്കാം. എന്നെ ഡോക്ടറെ എന്നൊന്ന് വിളിച്ച മുതലെടുക്കണേണ് സജി. കൊതിയുണ്ടാണ്. വെറുതെ വിളിച്ചോ കേക്കട്ടെ. ഡോക്ടറെ ആഹാ അന്തസ്. ഹൗ ഓൾഡ് ആർ യു? എന്താ നിങ്ങളുടെ പ്രശ്നം? വൈദ്യൻ സാറേ, ഇവനെ അമൃത ഹോസ്പിറ്റലിൽ നിന്ന് റെഫർ ചെയ്താണ്. ഇത് അവിടുത്തെ കടലാസുകളൊക്കെ. എഴുതാനും വായിക്കാനും അറിയാത്ത തന്നെ കളിയാക്കുന്നോടാ വട്ടി. അല്ല വൈദ്യരെ, എന്താ സത്യത്തിൽ പ്രശ്നം? ഇങ്ങനൊരു അസുഖമേ ഇല്ല. ഇത് വെറും അപസ്മാരമാണ്. എന്റെ ഒരു സ്പെഷ്യൽ ഒഴിച്ചിലുണ്ട്, അത് ചെയ്താൽ മതി, എല്ലാം ശരിയാവും. വൈദ്യരെ, ഈ പുതിയ അസുഖങ്ങളൊക്കെ ചികിത്സിക്കാൻ ഈ പാരമ്പര്യ വൈദ്യത്തിന് പറ്റുമോ? ഇന്നുള്ള എല്ലാ അസുഖങ്ങളും പണ്ടുണ്ടായിരുന്നില്ലേ? അതിനിപ്പോ എന്താ തെളിവ്? തെളിവോ? ഭഗവത്ഗീതയിലെ 442 പേജില് ആ 3ാമത്തെ പാരഗ്രാഫ് വായിച്ചിട്ടുണ്ടോ? ഇല്ല. അതിലെന്താ പറഞ്ഞിരിക്കുന്ന വെച്ചാല് അഹം ബ്രഹ്മാസ്മി, അഹം ബ്രഹ്മാസ്മി എന്ന് വെച്ച് കഴിഞ്ഞാല് ബ്രഹ്മാവിന് പോലും അഹത്തിൽ ആസ്മി ഉണ്ടായിരുന്നു. എന്നിട്ട് എവിടെയെങ്കിലും ബ്രഹ്മാവ് വലിച്ചു തള്ളി കിടന്ന് അഡ്മിറ്റായ കാര്യം എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അതെന്താ കാര്യം? അന്നത്തെ നാട്ടുവൈദ്യത്തില് ആസ്മയുടെ മരുന്ന് പോലും ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ പാരമ്പര്യത്തിലുള്ളതാ ഞങ്ങള്. എങ്ങനെ? ഒരു പ്രത്യേകതരം പാരമ്പര്യമാണല്ലേ? പിന്നല്ല. ഇവന്റെ ഈ അസുഖം ഞാൻ ഇപ്പൊ മാറ്റിത്തരാം. ഇവിടെ കിടക്കും. നമ്മളെ കൊണ്ട് പറ്റും. നമ്മളെ കൊണ്ട് പറ്റൂ. അയ്യോ വൈദ്യരെ, ഇവന് ശ്വാസം എടുക്കുന്നില്ലല്ലോ. ഇവൻ മരിച്ചോ? മരണമോ? ഒരാൾ മരിക്കുന്നുമില്ല, ജനിക്കുന്നുമില്ല. ഇവന് CPR കൊടുത്താലോ? അവന് കൊടുക്കുകയാണെങ്കിൽ എനിക്ക് കൊടുത്തു ഒരു ഗ്ലാസ് സോഡ ഒഴിക്കാണ്ട്. എടാ വ്യാജ തെണ്ടി, നിന്റെ അച്ഛൻ മരിച്ചു. ഇത് തന്നെ അവസരം. ഇന്ന് അമാവാസി ദിവസം 2 മനുഷ്യജീവനുകൾ കുഴി കൊടുത്തു. ഇനി ആ ഗവട്ട് സ്നാപ്പ് ചെയ്ത ആ കാലന്റെ കോൺട്രാക്ട് പൂർത്തിയാക്കാം. Stop it. Zago, measure the distance. Dummy to dummy, dummy to wall, and dummy to donkey. ഇതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ്. നിങ്ങളാണ് ഈ 2 പേരും ചെയ്തത്. യു ആർ മാൻ ബിഹൈൻഡ് ദിസ് മിസ്റ്റർ വൈദ്യ. അയ്യോ സാറേ, കാവല് പിടിക്കാം. എന്നെ അറസ്റ്റ് ചെയ്യല്ലേ. ഞാൻ എന്റെ പോലെ സാറിന്റെ വീട്ടിൽ വന്ന് കണ്ടോളാം. എന്നെ സഹായിച്ചാൽ സാറിനും ഉണ്ടാകും ഗുണം. ഒരു ഭാരമിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും. ഉപദേശമൊക്കെ കൊള്ളാം രാവണൻ സാർ, പക്ഷേ ഒരു ചെറിയ പ്രശ്നമുണ്ട്. തന്റെ ചോടിയല്ല എന്റെ ചോടി. போற
പിള്ളേരെ തൊടുന്നോടാ. എന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഈ പണി നിർത്തി വേറെ വല്ല പണിയും ചെയ്ത് മാന്യമായി ജീവിക്കാം. എന്നെ അറിയുന്നവരോട് ഞാൻ പണ്ടേ പറയാറുണ്ട്, സ്യൂഡോ സയൻസ് ഇസ് എ ഡർട്ടി ബിസിനസ്. എന്റെ കയ്യിൽ ഈ ഗ്ലൗഡ് ഉള്ളിടത്തോളം കാലം എന്നെ താനൊരു ചുക്കം ചെയ്യില്ല. അയ്യോ വെജിറ്റബിൾ എടാ തെണ്ടി, ഒരു മര്യാദ വേണ്ടടേ. അയ്യോ ആരെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണേ. അയ്യോ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണേ. വൈദ്യന്റെ ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടുപോട്ടാ. അത് വേണ്ട. അയ്യോ അയ്യോ ആ OCR CPR എന്താന്ന് വെച്ചത് തന്നെ. അയ്യോ എന്നെ കൊല്ലാൻ കൊണ്ടുപോകണേ. അയ്യോ എന്നാലും KKP സാറിന്റെ സ്നാപ്പ് മാത്രമേ വർക്കായുള്ളൂ. പക്ഷേ ആ രാവണൻ വൈദ്യരുടെ സ്നാപ്പ് വർക്കായില്ല. അതെങ്ങനെയാ അങ്ങനെ? ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. എടാ, മെഡിസിൻ ഫുൾ പഠിച്ചു കഴിഞ്ഞ ആൾക്ക് ഈ സ്നാപ്പ് വർക്ക് ചെയ്യുള്ളൂ. അങ്ങനെയാണ് ആന്ത്രോസ് സാറ് പണ്ട് ചെയ്തത്. അപ്പൊ പിന്നെ KKPയുടെ കാര്യം പറയണ്ടല്ലോ. അപ്പൊ ഈ ആന്ത്രോസ് സാറ് സ്നാപ്പ് ചെയ്തപ്പോ ഈ KKP അവിടെ പോയി അയാൾ എങ്ങനെ രക്ഷപ്പെട്ടു? ആ സമയത്ത് KKP ഒരു സ്ഥലത്തായിരുന്നു. അവിടെ രാവില്ല, പകലില്ല, സമയമേ ഇല്ല. ഒരു സാങ്കല്പിക കഥാപാത്രമാണ് സമയം. അതേത് സ്ഥലം? അത് നമ്മുടെ പീഡിയാട്രിക് ICU. ഇറ്റ് ഈസ് എ ക്വാണ്ടം റെയിൽവേ. ആന്ത്രോസിന്റെ സ്നാപ്പിൽ KKP ഡിസപ്പിയർ ആയി എന്നാണ് എല്ലാവരും കരുതിയത്. ബട്ട് അത്രയും വർഷം KKP എവിടെയായിരുന്നു? WHO പോലും ഫണ്ട് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷന്റെ ഭാഗമായിരുന്നു അയാൾ. ഇന്റർപോൾ തെളിവുകൾ അത് സൂചിപ്പിക്കുന്നു. He is the part and parcel of that. Yes, the I for Illuminati? No, I for Info Clinic. സ്റ്റാഫിന്റെ ഇടയിൽ ഇവൻ പുരുഷു, സ്റ്റുഡൻസിന്റെ ഇടയിൽ ഇവൻ KKP. പക്ഷേ സ്റ്റാഫ് സ്റ്റുഡൻസ് നൈറ്റിന്റെ അന്ന് ഇവൻ ഒരേ ഒരു പേരേ ഉള്ളൂ, P-Man അഥവാ പുരുഷോത്ത മാൻ. സൂര്യനെ എതിരിയായിരം എരിയും മാനിടം അതിരിടങ്ങളോ അടർക്കളം തേടുന്നു നോറ്റുന്നു കാക്കുന്നു വാഴ്ത്തുന്നു. ഇവനിതെവിടെ നിന്ന് വന്നു ഈ മരഭൂതം? അളിയാ, ഇവൻ ചത്തില്ലേ? നമ്മളിപ്പോ എവിടെയാടാ ഇരിക്കുന്നത്? നല്ല പരിചയമുള്ള സ്ഥലം. ഇതെന്താ ഇവിടെ ഒരു കട്ട്ലറ്റ് എടുത്തു നോക്കാം. ബീട്രൂട്ട്, നമ്മൾ ICH തന്നെ. എന്താ കട്ട്ലറ്റ് ഉണ്ട്, വടയുണ്ട്,